ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു യാത്ര നടത്തിയപ്പോൾ ആ യാത്രയിൽ കണ്ടുമുട്ടിയ ഒരാളുടെ ജീവിതത്തെക്കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ ജീവിതങ്ങൾ ഇന്ന് ഉണ്ടാവുന്ന പോലെ ആയിരിക്കില്ല നാളെ ആവുക. അതുപോലെ തന്നെ ഒരുപാട് ചേഞ്ചസ് വരും. കാരണം കാശ് ഇല്ലാത്തവൻ എന്ന് വേണമെങ്കിൽ കാശുള്ളവനായി മാറാം. കാശ് കൊണ്ട് ഒരുപാട് അഹങ്കരിക്കുന്നവർ കാശില്ലാത്തവരായി മാറാം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല ടൈപ്പ് ആൾക്കാരെ കാണാറുണ്ട്. ചിലപ്പോൾ നമ്മൾ ഇന്ന് തട്ടിക്കളയുന്ന പലരായിരിക്കും നാളെ വലിയ ആളാവുക. അതൊക്കെ പോട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്, ഞാൻ ഇപ്പം ഈ അടുത്ത് ഒരു ദിവസം നമ്മൾ തൃശ്ശൂരിൽ നിന്നും നമ്മൾ ഷൊർണൂർ വഴി പാലക്കാട്ടേക്ക് പോയിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് നമ്മൾ തിരിച്ച് വന്ന സമയത്ത് ഒരു വൈകുന്നേരം ആയിരുന്നു, ഒരു 2 മണി 3 മണി സമയം ഏകദേശം കൂട്ടിക്കോളൂ. അപ്പോൾ നമ്മൾ വെയിലൊക്കെ ആയതുകൊണ്ട് നമ്മളിപ്പോൾ എല്ലായിടത്തും നമ്മൾ പോണ വഴിയിൽ മാക്സിമം എന്തെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ കുടിക്കും, സർവത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും. ഇപ്പം മെയിനായിട്ട് തണ്ണിമത്തനാണല്ലോ. അപ്പം ഞാൻ മുമ്പ് ഒരിക്കൽ ഒരു ഷോപ്പിൽ കയറി തണ്ണിമത്തം കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വേറെ 20 രൂപ, ചിലവിടത്ത് 25 ഉണ്ട്, അവിടെ 20 രൂപയായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് ഇവിടെ 20 രൂപ തിരിച്ചു വരുമ്പോൾ ഈ ഷോപ്പിൻ്റെ അവിടെ തന്നെ കൊടുന്ന് നിർത്തി. അപ്പോൾ അന്ന് കഴിക്കാം. അപ്പോൾ അവിടെ ഒരു ചേട്ടനായിരിക്കുന്നത്. അപ്പോൾ ആ ചേട്ടനെ ജസ്റ്റ് യഥാർത്ഥമായിട്ട് നമ്മൾ സംസാരിച്ചപ്പോൾ ഓരോ കാര്യങ്ങൾ സംസാരിച്ചാണ്. നമ്മൾ നോർമൽ എവിടെ വർക്ക് കഴിഞ്ഞ് വരുന്നത്, എവിടെ നിന്നാണ് വരുന്നത് ചോദിച്ചാൽ പാലക്കാട് പറഞ്ഞപ്പോൾ ആളിനോട് ചോദിച്ചുകൊണ്ട് ഞാൻ അങ്ങേരുടെ ഡീറ്റെയിൽസ് ചോദിച്ചു, വീട് എവിടെ. അപ്പോൾ ആൾ പറഞ്ഞു അയാൾ ചാലക്കുടി ഭാഗത്താണ് വീട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്താ ഇവിടെ വെച്ചപ്പോൾ ആളെ പേഴ്സണൽ ചില കാര്യങ്ങൾ പറഞ്ഞത് വീഡിയോയിൽ പറയുന്നില്ല. അപ്പോൾ ആൾ വീട്ടിൽ നിന്നൊക്കെ വിട്ടിട്ട് നിൽക്കുന്ന ആളാണ്. അപ്പോൾ എന്താ കാരണം ചോദിച്ചപ്പോൾ ആളൊരുപാട് ജോലി ചെയ്ത് ഇറ്റലിയിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് സ്വത്തും ഇതൊക്കെ ഉണ്ട് തോന്നുന്ന ആൾക്ക്. പിന്നെ ചോദിച്ചാൽ നിങ്ങൾ അങ്ങനെ ഉണ്ടായിട്ട് എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത്. പക്ഷേ ആൾക്ക് വീട്ടുകാരെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ചില കാരണങ്ങൾ കൊണ്ട് നാട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ബിസിനസ് നഷ്ടം വന്നപ്പോൾ എന്തൊക്കെ ആൾക്കൊരു മാറി നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇങ്ങേര് എന്നോട് പറഞ്ഞു വന്നപ്പോൾ ആൾ ഇങ്ങോട്ട് പറഞ്ഞ കാര്യമാണ്, ആൾ നമ്മുടെ സിനിമ നടൻ ജോജു ജോർജിൻ്റെ ഒരു ബ്രദറായിട്ട് വരും. സ്വന്തം ബ്രദറല്ല, ഈ ചെറുച്ചൻ്റെ മക്കൾ പോലെ ബ്രദറായിട്ട് വരും പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ഇങ്ങനെ ഞാൻ ചുമ്മാ ചോദിച്ചു, സത്യമാണെന്ന് അറിയില്ല, ചിലപ്പോൾ വെറുതെ പറയുകയാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഇങ്ങനെ ജോജു ജോർജിൻ്റെ അമ്മയുടെ പേര്, അങ്ങനെ ഫാമിലി ഡീറ്റെയിൽസ്. അപ്പോൾ ഇങ്ങനെ ഫേസ് കട്ട് ശരിക്കും പോലെ അതുപോലെ. ഇതിപ്പോൾ ഞാൻ കണ്ടത് ഏകദേശം നമ്മൾ മാണിക്കുളം മാത്രമാണ് ആളെ മീറ്റ് ചെയ്തത്, ഒരു തണ്ണിമത്തൻ ഷോപ്പിൽ നിന്ന്. അപ്പോൾ ഈ കേട്ടപ്പോൾ ആളെ സംസാരിക്കേണ്ട പാവം തോന്നി. അപ്പോൾ ആദ്യം സംസാരിച്ചപ്പോൾ ഇങ്ങനെ ഇറ്റലിയിൽ ജോലിയൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഇന്ന കാറൊക്കെ ഉണ്ടായിരുന്നു പറയുമ്പോൾ, കാരണം അയാളൊന്ന് ഒതുങ്ങി. പക്ഷെ അയാളെ അമ്മേനൊക്കെ കാണുന്നുണ്ട്, പക്ഷെ നാട്ടിലേക്ക് പോകാൻ മടി. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ചോദിച്ചു ഈ വീഡിയോ എടുത്തപ്പോൾ അവർ പറഞ്ഞു ഇല്ല വേണ്ട പറഞ്ഞു. പക്ഷെ എന്നാലും ഒക്കെ ആൾ നിസ്സഹായത കണ്ടപ്പോൾ ആൾ പറഞ്ഞു എന്തുണ്ടെങ്കിലും ജോജു അങ്ങനെയൊന്നുമല്ല, എന്തുണ്ടെങ്കിലും നമ്മൾ എവിടെ കണ്ടെങ്കിലും ഓടി വരും എന്നൊക്കെ പറഞ്ഞു ആളിനോട്. അപ്പോൾ ഇനിയിപ്പോൾ ആൾ പറയുന്നത് റിയലാണോ നോണയാണോ എന്ന് എനിക്കറിയില്ല, എനിക്ക് റിയൽ തോന്നി. അപ്പോൾ ആളുടെ പേര് ബെന്നി എന്നാണ് പേര് പറഞ്ഞത്, ബെന്നി എന്ന പേരാണ് പറഞ്ഞത്. അപ്പോൾ ശരിക്കും ഈ ജോജു ജോർജിൻ്റെ ഒരു ഫേസ് കട്ടാ, താടി ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ, ഫേസ് കട്ട്. അപ്പോൾ താടി ഉണ്ടായിരുന്നാണോ എനിക്കറിയില്ല, ഫേസ് കട്ട് ഉണ്ട് ആൾക്ക്. അപ്പോൾ അയാളെ മീറ്റ് ചെയ്ത് പാവം തോന്നി. അപ്പോൾ എങ്ങാനും ജോജു ജോർജിൻ്റെ ഫാമിലിയാന്ന് പറഞ്ഞപ്പോൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ എങ്ങാനും വീഡിയോ കണ്ടിട്ട് ആളെ തിരയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടെത്തിക്കോട്ടെ. ചില വാണിക്കുളം ഭാഗത്ത് എവിടെയാണ് ആളെ കണ്ടത്. അപ്പോൾ ആൾ ഇവിടെ തന്നെ ഈ തണ്ണിമത്തൻ ഷോപ്പിൽ അങ്ങനെ ജീവിക്കുന്നു. അപ്പോൾ ഓരത്തെ ലൈഫ് സ്റ്റൈലാണ്. എത്രയും കോടി ഉണ്ടായിരുന്ന ആളാണ് പറയാം. അപ്പോഴും സ്ഥലമൊക്കെ ഉണ്ട് തോന്നുന്നു, പക്ഷെ ആൾക്ക് അങ്ങോട്ട് പോയി ഫാമിലിയുടെ കൂടെ നിൽക്കാൻ കുറച്ച് താല്പര്യക്കുറവ്, അതുകൊണ്ട് ആളിവിടെ വിട്ട് നിൽക്കുന്നത്. പക്ഷെ ആൾക്കാരുടെ അമ്മേനെ കാണണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. എന്താ പറയുക, ചിലവർക്ക് ആ ഒരു അവിടെ നിന്ന് വിട്ട് പോന്നിട്ട് പിന്നെ പോകണമെന്നുണ്ട്, പക്ഷെ അവിടെ പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ. അപ്പോൾ ആളെ കണ്ടു, ജസ്റ്റ് ആ ഇതിവിടെ പറയാൻ തോന്നി. കാരണം ആളെ തേടുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടെത്താലോ. ആൾക്ക് ഭയങ്കര വിഷമമുണ്ട് നാട്ടിലേക്ക് പോകാന്നതിൻ്റെ. പക്ഷെ ഫേസ് ചെയ്യാൻ എല്ലാവരും മടി. നമ്മളിങ്ങനെ ഉണ്ടായിരുന്ന ഒരാൾ ഇപ്പോൾ ഈ ലെവലിലായല്ലോ എന്നുള്ള ചിന്ത വെച്ച് നോക്കുമ്പോൾ ആൾ പറഞ്ഞു ജോജു ജോർജ് എവിടെ ഉണ്ടെങ്കിലും എന്നെ തേടി വരും, അല്ലെങ്കിൽ അവർ ബന്ധണവൻ അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് മാത്രമേ വീഡിയോ ഇടുന്നത്.